അപ്പോൾ ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ചെയ്യുന്ന പോലുള്ള ഒരു റിയാക്ഷൻ വീഡിയോ അല്ല, പക്ഷേ ഇതൊരു ഇന്റർവ്യൂ വീഡിയോ ആണ്. അതായത് നമ്മുടെ കൂട്ടത്തിലുള്ളത് ഇപ്പം സോഷ്യൽ മീഡിയയിൽ വൈറലായി നിൽക്കുന്ന രേണു സുധീനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് കുറെ സൈബർ അറ്റാക്കുകളൊക്കെ നേടുന്ന ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലിലാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. എന്തായാലും കുറച്ച് കാര്യങ്ങളും നമുക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ അടുത്ത് ഒരു സത്യങ്ങൾ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ എന്തായാലും ഫാദറിന്റെ റെസിഡൻസിയിൽ ഇപ്പോൾ ഉണ്ട്. എന്തായാലും നമുക്ക് കുറച്ച് ചോദ്യങ്ങളും കുറെ കാര്യങ്ങളുമായിട്ട് നമുക്ക് എന്തായാലും മുന്നോട്ട് പോവാം. അപ്പൊ എല്ലാവരും വായോ. ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ്. ഓക്കെ, ഫാദറിന് ഇപ്പൊ അറിയാമല്ലോ, കുറെ സൈബർ അറ്റാക്സ് ഒക്കെ നേടുന്നതാണ് ഫാദർ ഇപ്പം. അതിൻ്റെ അകത്ത് കുറെ ആൾക്കാർക്ക് കുറെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പം ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണവും. പിന്നെ ഫാദറിന്റെ വിലപ്പെട്ട സമയം തന്നതിന് വളരെ നന്ദിയുണ്ട്. അപ്പൊ നമുക്കിപ്പം മെയിൻ ആയിട്ട് ചില ക്വസ്റ്റ്യനുകൾ വ്യൂവേഴ്സിന് അറിയാനായിട്ടുണ്ട്. അതായത് നമ്മുടെ കഴിഞ്ഞ ഇന്റർവ്യൂവിലും പിന്നെ രേണു സുധിയുടെ കുറച്ച് ഇന്റർവ്യൂവിലും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേന് ഫാദർ അതൊരു സപ്പോർട്ട് ചെയ്തിട്ട് ഒരു ഇന്റർവ്യൂ ഫാദറിന്റെ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ ചില ഒരു ക്വസ്റ്റ്യൻസ് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഫാദറിന്റെ സൈഡിൽ നിന്ന് ഫാദറിന് എന്തൊക്കെ പറയാനുണ്ടോ അത് ഓപ്പൺ ആയിട്ട് മീഡിയയിലോട് പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക്, അതായത് ജനങ്ങൾക്ക് അതെല്ലാം അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഫാദറിന് എന്തിനാണ് ഈ ഇരട്ടത്താപ്പ് കളിക്കുന്നത്? അതായത് കഴിഞ്ഞ 10 മാസം മുന്നേ രേണു സുധീനെ പറ്റി ഫാദർ നെഗറ്റീവ് പറഞ്ഞിട്ട് ഇപ്പൊ അത് കംപ്ലീറ്റ് ആയിട്ട് പോസിറ്റീവ് ആയിട്ട് മാറി. അതിനുള്ളൊരു റീസൺ എന്തുവാണ്? രേണു സുധിയുമായിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ തർക്കങ്ങൾ കഴിഞ്ഞ 10 മാസങ്ങളായിട്ടുണ്ടായിരുന്നു. അത് തർക്കങ്ങൾ എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിലാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം ആൾക്കാർ എന്നെയും രേണു സുധിയെയും നിർത്തിക്കൊണ്ട് വലിയ ഒരു ഗെയിമായിരുന്നു. ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു വലിയ ഗെയിമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് അവർ രേണു സുധിയെ തയ്യാറാക്കുന്ന സമയത്ത് എന്നെ എടുത്ത് ഉപയോഗിക്കുവാനിടയായി. ഞാനും രേണു സുധിയുമായിട്ട് മുഖാമുഖം ഇന്ന് വരെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല, സംസാരം ഉണ്ടാക്കിയിട്ടില്ല, ഒരു വഴക്കോ ദേഷ്യമോ അന്നേരം വന്നിട്ടില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ വളരെ സൈബർ ബുള്ളി ചെയ്യേണ്ട അനുഭവങ്ങൾ പലതും വന്ന സമയത്ത് നിരവധി മീഡിയാസ് എന്നെ ഇന്റർവ്യൂസ് ചെയ്തു. ഈ ഇന്റർവ്യൂ ചെയ്ത സമയത്ത് ചോദിച്ച ക്വസ്റ്റ്യൻസിന് ആൻസർ ഞാൻ കൊടുത്തു. അത് രേണു സുധി ചെയ്തു പോയിട്ടുള്ളതായ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളെ പറ്റി ഇവർ ചോദിക്കുമ്പോൾ ഞാൻ ഒരു ബിഷപ്പ് എന്നുള്ള രീതിയിൽ അതിന് ഉത്തരം കൊടുക്കുമ്പോൾ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ വന്ന കാര്യങ്ങൾ ഞാൻ വളരെ ദേഷ്യത്തോടു കൂടെ രേണു സുധിയെ വിമർശിച്ചുകൊണ്ട് ഞാൻ വീഡിയോകൾ കൊടുക്കേണ്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഇരട്ടത്താപ്പെന്ന് നിങ്ങൾ സമൂഹം ഒരു വിഭാഗം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു വിഭാഗം, എല്ലാവരും ഇല്ല, ഒരു വിഭാഗം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ചില ആൾക്കാർ എന്നെ വീണ്ടും ഒരു കണ്ടന്റ് ആക്കി എടുത്തു വെച്ച് അവർ ഉപയോഗിക്കുന്നു. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഇത്രയേ ഉള്ളൂ. രേണു സുധി കേരള സമൂഹം കാണുന്നത് പോലെ ഒരു വലിയ ക്യാൻസറിന്റെ രോഗത്തിന്റെ ട്രീറ്റ്മെന്റിലൂടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ രേണു സുധി ഞാനുമായിട്ടുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും ഉള്ളിന്റെ ഉള്ളിൽ അവർക്ക് വേദനയായിരുന്നു. എനിക്ക് വളരെ വേദന ഉണ്ടായി. എൻ്റെ ഫാമിലിക്ക്, എന്നെ സ്നേഹിക്കുന്ന വെൽവിഷേഴ്സിന്, ലോകരാജ്യങ്ങളുള്ള എൻ്റെ ബന്ധുമിത്രാദികൾക്കൊക്കെ വേദന ഉളവാക്കി. അപ്പോൾ രേണു സുധിക്ക് സുഖമില്ലാത്ത സാഹചര്യങ്ങൾ വന്ന സമയത്ത് രേണു സുധിയുടെ പിതാവും മാതാവും സഹോദരിയും രേണു സുധിയും എൻ്റെ വീട്ടിലേക്ക് വരികയുണ്ടായി. വന്ന് അവരെന്നെ നേരിട്ട് കണ്ടു. വന്നു പോയതായിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മാപ്പപേക്ഷിക്കുകയുണ്ടായി. മാപ്പപേക്ഷിച്ച ശേഷം രേണു സുധിയും കുടുംബവും പ്രാർത്ഥനയ്ക്കായിട്ട് അവർ റിക്വസ്റ്റ് ചെയ്തു. ഞങ്ങൾക്ക് ബിഷപ്പിന്റെ പ്രാർത്ഥന വളരെ ആവശ്യമായിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ ഞങ്ങൾ വളരെ ദുഃഖത്തിലൂടെയും വേദനയിലൂടെയുമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, പ്രതിസന്ധിയിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബിഷപ്പിന്റെ പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് അവരുടെ ഈ ദയനീയമായ, ഈ രോഗാതുരമായിട്ടുള്ള ഈ വേദനയുടെ സന്ദർഭത്തിൽ എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ അവരോട് മനസ്സലിയുകയും അവരുടെ വീട്ടിലേക്ക് പോവുകയും പല സന്ദർഭങ്ങളിൽ അവർ പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെട്ടപ്പോൾ പോയി പ്രാർത്ഥനാ ചടങ്ങുകളിൽ സംബന്ധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് സത്യമായ കാര്യം. അതാണ് സംഭവിച്ചിരിക്കുന്നത്. രേണു സുധീനെ കാണാനായിട്ട് അച്ഛൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അവർ വിളിക്കുമ്പോൾ, അവർ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ, ഞാൻ ഫ്രീ ടൈം ഉള്ള സമയത്ത്, അവർ ഒഫീഷ്യലി ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പോയി പ്രാർത്ഥനകളിൽ സംബന്ധിക്കും, പ്രാർത്ഥനാ ചടങ്ങുകളിൽ സംബന്ധിക്കും. അങ്ങനെ പോകുമ്പോൾ രേണു സുധിയുടെ രോഗവിവരങ്ങൾ അറിയുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. രേണു സുധി ഒരു വീഡിയോയിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനിയും രേണു സുധിക്ക് എല്ലാം ബെറ്റർ ആയിട്ട്, ക്യൂർ ആയിട്ട് തിരിച്ചു വരുവാണെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ സന്നദ്ധിയിലോട്ട്, അതായത് ദൈവത്തിന്റെ ഒരു പാത സ്വീകരിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോവാണെന്നാണ് രേണു സുധി പറഞ്ഞേക്കുന്നത്. ആ ഒരു വാക്ക് അവരെന്നോട് നേരിട്ട് പറയുകയുണ്ടായി. തിരുമേനി, ഞാൻ ഈ രോഗത്തിൽ നിന്ന് ക്യൂർ പ്രാപിച്ച് എല്ലാം ക്യൂർ ആവുകയാണെങ്കിൽ, അവർക്ക് ദൈവം പൂർണ്ണമായ വിടുതൽ സൗഖ്യവും ദൈവം നൽകുകയാണെങ്കിൽ, ട്രീറ്റ്മെന്റിലൂടെ അവർക്ക് പൂർണ്ണമായ ഒരു സൗഖ്യം ലഭിക്കുകയാണെങ്കിൽ, അവർക്ക് ദൈവം കൊടുക്കുന്ന സമയങ്ങളൊക്കെയും അവർക്ക് ദൈവം നൽകിയ സൗഖ്യത്തെ പറ്റി സാക്ഷി പറയുമെന്ന് പറഞ്ഞു. പലരോട് പോയി ഒരു മിഷണറിയായി സാക്ഷി പറയുമെന്ന് പറഞ്ഞു. ഒരുപാട് സ്ഥലങ്ങളിൽ അവർ പോയി എൻ്റെ രോഗത്തിൽ നിന്നും എനിക്ക് പ്രാർത്ഥനയിലൂടെയും
മറ്റു കാര്യങ്ങൾ അനേകരുടെ പ്രാർത്ഥനയിലൂടെ എനിക്ക് സൗഖ്യം ലഭിച്ചുവെന്ന് പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള പ്രാർത്ഥനയിലൂടെയുള്ള സൗഖ്യത്തെ പറ്റി അവർ ജീസസിനെ സാക്ഷ്യപ്പെടുത്തുമെന്ന് അവരെന്നോടും പറഞ്ഞു. അവർ പബ്ലിക്കിനോട് അവരുടെ പ്രൈവറ്റ് ചാനലിലൂടെ അവർ പറയുവാനായിട്ട് ഇടയായി തീർന്നു. ആ ഒരു വാക്കിന് മുമ്പിൽ എന്നോടൊപ്പമുള്ള നിരവധി പ്രാർത്ഥനാ കൂട്ടായ്മകളിലുള്ളവര്, എന്നെ സ്നേഹിക്കുന്നവരൊക്കെയും പറഞ്ഞു, ബിഷപ്പ് തീർച്ചയായിട്ടും നമുക്ക് അതുകൊണ്ട് രേണുസുതിയെ പ്രാർത്ഥനയിൽ ചേർത്ത് നിർത്തണം, പ്രാർത്ഥനയിൽ ചേർത്ത് നിർത്തണം. വേറെ ഒന്നുമല്ല ആഗ്രഹിച്ചത്, പ്രാർത്ഥനയിൽ അവരെ ഈ സമയത്ത് വീണ് കിടക്കുന്ന ഒരു അനുഭവമാണ്. എങ്ങനെ? രോഗത്തിന്റെ അവസ്ഥയിലൂടെ. അപ്പോൾ നമ്മൾ അവരെ വീണ് കിടക്കുന്ന ഒരാളെ എന്ത് ചെയ്യണം? ബലഹീനരെ താങ്ങുവീൻ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവീൻ. ഇതാണല്ലോ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് രേണുസുതിയെ അവരുടെ പേരൻസ് എന്നോട് ആവശ്യപ്പെട്ടു, അവരുടെ സിസ്റ്റർ എന്നോട് ആവശ്യപ്പെട്ടു, അവരുടെ ഫാമിലി റിലേറ്റീവ്സ് പലരും എന്നോട് എന്താണ് പറയുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്തു. അപ്പൊ ഞാനൊരു ബിഷപ്പ് എന്ന രീതിയിൽ, ഒരു ദൈവത്തിന് വേണ്ടി വേല ചെയ്യുന്ന ഒരു എളിയ മിഷണറി എന്ന രീതിയിൽ ഞാൻ അവരെ ചേർത്ത് നിർത്താൻ ആഗ്രഹിച്ചു. അത് ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു, തുടർന്നും ചെയ്യുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിപ്പം രണ്ടാമത്തെ ചോദ്യം സോഷ്യൽ മീഡിയയിൽ വരുന്നത്, അതായത് കമന്റ് ബോക്സിലാട്ട് അല്ലെങ്കിൽ വേറെ ഇന്റർവ്യൂസിലാട്ട് ആൾക്കാർ ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം എന്താന്ന് വെച്ചാല്, കിച്ചുവിനെ ഫാദർ ആദ്യം ചേർത്ത് നിർത്തി, അതായത് ഫാദർ കുറെ സപ്പോർട്ട് ചെയ്തു, അവരുടെ രണ്ട് പിള്ളേരെയും കുറെ സപ്പോർട്ട് ചെയ്തു, പിന്നെ പ്രോപ്പർട്ടി ത്രൂ അവരെ കുറെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അത് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ട്, അതായത് ഒരു ചാഞ്ചാട്ടം എന്ന് പറയുന്ന പോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് അവർ പോയേക്കുന്നത് ഫുള്ള് രേണുസുതിയുടെ സൈഡിലോട്ടാണ്. കിച്ചുവിനെ പറ്റി കുറെ അലിഗേഷൻസ് ഫാദർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ത്രെട്ടൺ പോലെയാണ് ആൾക്കാർ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഫാദർ കിച്ചുവിനെ ത്രെട്ടൺ ചെയ്യുവാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. അതിനെപ്പറ്റി ഫാദർ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്ക് പറയാൻ ഒരു അവസരം തന്നത് നന്നായിട്ടുണ്ട്. ഈ രാഹുൽ ദാസ് എന്ന് പറയുന്ന കിച്ചു, അദ്ദേഹം കൊല്ലം സുധിയുടെ ആദ്യ ഭാര്യയിൽ ഉണ്ടായ മകനാണെന്ന് കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം. അതെ. അപ്പോൾ ഈ കൊല്ലം സുധി മരിച്ച ശേഷം കേരളത്തിൽ എല്ലാവരും ബഹുമാനിക്കുകയും വളരെയധികം കാണുകയും ചെയ്യുന്ന ഒരു വലിയ മാധ്യമ പ്രവർത്തകനാണ് ബഹുമാനപ്പെട്ട ആർ ശ്രീകണ്ഠൻ നായർ സാർ. അദ്ദേഹമാണ് എന്നോട് ആവശ്യപ്പെട്ടത്, ഈ കൊല്ലം സുധിയുടെ ആകസ്മികമായിട്ടുള്ള ഈ അപകട മരണത്തിന് ശേഷമായിട്ട് ഈ രണ്ട് കുഞ്ഞുങ്ങൾക്ക് താമസിക്കുവാനായിട്ട് സ്വന്തമായിട്ടൊരു വീടോ സ്ഥലമോ ഇല്ല. അവരൊരു പൊങ്ങന്താനം, കോട്ടയം ജില്ലയിൽ പൊങ്ങന്താനം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കോളനിയുടെ അടുത്ത് ഒരു വാടക ഒരു മുറി വീട്ടിൽ കഴിയുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ദേശത്തുള്ള നിരവധി സാധുക്കളായിട്ടുള്ള ഒരു സെന്റ് സ്ഥലം പോലും ഇല്ലാത്ത, തല ചായ്ക്കാൻ വീടില്ലാത്ത ഒരു 10 കുടുംബത്തിന് വീട് വെക്കുവാനായിട്ട് ആ സമയത്ത് സ്ഥലം കൊടുത്തു. ആ വിവരം ആർ ശ്രീകണ്ഠൻ നായർ റിപ്പോർട്ട് ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ വാർത്താ ചാനലുകളിലൂടെ. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ആകസ്മികമായിട്ട് ഈ കൊല്ലം സുധിയുടെ വാഹന അപകടത്തിലൂടെ അദ്ദേഹത്തിന്റെ ഈ മരണം സംഭവിച്ചത്. അപ്പോഴാണ് ആർ ശ്രീകണ്ഠൻ നായർ സാർ എന്നെ വന്ന് കാണുകയും എന്റെ താമസ സ്ഥലത്തേക്ക് വരികയും എന്നോട് ഈ കാര്യം ആവശ്യപ്പെടുകയും ചെയ്ത്, ഈ കുഞ്ഞുങ്ങളെ ഒന്ന് ചേർത്ത് നിർത്തണമെന്ന്. അങ്ങനെ കൊല്ലം സുധിയുടെ 2 മക്കളുടെ പേരിൽ 7 സെന്റ് സ്ഥലം എന്റെ കുടുംബ സ്വത്തിൽ നിന്ന് തുല്യ അവകാശമായി, അത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യുക, തുല്യ അവകാശമായിട്ട് രാഹുൽ ദാസിനും രാഹുൽ ദാസിന്റെ അനുജൻ ഋതുൽ ദാസിനും തുല്യ അവകാശമായി ഞാൻ എഴുതി കൊടുത്തിട്ടുള്ളതാണ്, സന്തോഷത്തോടുകൂടെ. ഇപ്പോഴും അത് പറയുന്ന സന്തോഷത്തോടു കൂടെയാണ്. ഞാൻ ഒരിക്കലും അതിനെ എതിർത്തിട്ടോ ആ കാര്യങ്ങളെ പറ്റി ഒന്നും സങ്കടപ്പെടുകയോ ചെയ്യുന്നില്ല. ഞാൻ എതിർത്ത കാര്യം എന്തുള്ളൂ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രാഹുൽ ദാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ഇപ്പോൾ അവൻ 23 വയസ്സ് പ്രായമുണ്ട്. ഇവരുടെ ഫാമിലിയിൽ എന്തൊക്കെയോ ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അത് വളരെ ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേങ്കിൽ അവര് താമസിച്ചുകൊണ്ടിരുന്ന മേഖല ഇവിടെ അടുത്താണ്, ഞങ്ങളുടെ അടുത്താണ് ഇവരുടെ ഈ പൊങ്ങന്താനം ഒക്കെയുള്ള സ്ഥലങ്ങൾ. ദേശനിവാസികളായിട്ടുള്ള പ്രിയപ്പെട്ട പല അയൽവാസികളും ഈ രാഹുൽ ദാസിനെ പറ്റിയുള്ള പല കാര്യങ്ങളും ഈ വസ്തു ഞാൻ എഴുതി കൊടുത്തതിന് ശേഷമായിട്ട് നടന്ന പല സംഭവങ്ങളും എന്നോട് വന്ന് പറഞ്ഞിരുന്നു. ഞാൻ അപ്പോഴും ആ കാര്യങ്ങളെ അത്ര ഗൗരവമായിട്ട് എടുത്തില്ല. കാരണം അത് മനുഷ്യരെന്തെങ്കിലും പറയുന്നതാണെന്നാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. കാരണം അത് പബ്ലിക്കിനോട് പറയേണ്ട ഒരു ആവശ്യം എനിക്ക് വന്നിട്ടില്ല, ഒരിക്കലും വന്നിട്ടില്ല. ഇപ്പോഴെന്താണ് വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രേണുസുധിക്ക് സുഖമില്ലാതെ വീട്ടിൽ വിശ്രമിക്കുകയാണ്. ഞാൻ അറിഞ്ഞ കാര്യമാണ്, പൊതുസമൂഹത്തോട് പറയുന്നത്. ആ സമയത്ത് രേണുസുധിയുടെ മുൻകാല ജീവിതത്തിൽ പല വീഴ്ചകളും കുറവുകളും ഒക്കെ വന്നിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയാൻ പറ്റുമോ? അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ പോരായ്മകൾ വന്നു പോയിട്ടുണ്ട്. പക്ഷെ ആ പോരായ്മകളൊക്കെ നമ്മൾ ഒരാൾ സുഖമില്ലാതിരിക്കുമ്പോൾ അവരെ നമ്മൾ എന്താ പറയാ, കല്ലെടുത്തെറിയുന്ന ഒരു അനുഭവമാകാൻ പാടില്ല. അവർ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോഴാണെങ്കിൽ അവരോട് വന്ന് വീട്ടിൽ വന്ന് സംസാരിച്ചത് നമുക്ക് സോൾവ് ചെയ്യാം. ഒരു മകനും അമ്മയും തമ്മിലുള്ള ബന്ധം പോലെ അവർക്ക് 2 കൂട്ടർക്കും അത് പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇവര് 2 കൂട്ടരും അത് പറയാതെ 2 കൂട്ടരും സോഷ്യൽ മീഡിയയിലൂടെ എന്ത് ചെയ്തു, ഇത് ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കുഞ്ഞുങ്ങളെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളൊരു കാരണത്താൽ അനവധി പേരുടെ ചോദ്യങ്ങൾ എന്റെ നേരെ വരികയുണ്ടായി. ദേശനിവാസികളായിട്ടുള്ള അയൽവാസികളായിട്ടുള്ളവർ, കാരണം ഇവരുടെ വീട്ടിൽ പല ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അത് അവരുടെ ഇന്റേണൽ കാര്യങ്ങൾ, അത് ഫാമിലി കാര്യം അവരാണ് പറയേണ്ടത്. പക്ഷെ ഞാൻ അറിഞ്ഞിരിക്കുന്ന പേഴ്സണൽ കാര്യങ്ങൾ ഞാനത് പബ്ലിക്കിനോട് പറയാൻ ഒക്കത്തില്ല. പക്ഷെ ഇപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എന്നെ ടാർഗറ്റ് ചെയ്ത് കണ്ടന്റ് ആക്കി സമൂഹത്തിൽ എന്നെ വലിച്ചു കീറുന്ന സിറ്റുവേഷൻ വന്നതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയാൻ നിർബന്ധിതമാകുകയാണ്. അതിന്റെ പ്രധാന കാര്യം,
രാഹുൽ ദാസ് എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ഞാൻ 2 പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ. ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് ഒന്ന് വസ്തു കൊടുക്കുന്ന സമയത്ത്, പിന്നെ എപ്പോഴോ ഒരു പ്രാവശ്യം അവരുടെ വീട്ടില് ചടങ്ങ് എന്തോ നടക്കുമ്പോൾ ഹൗസ് വാമിംഗ് ചടങ്ങിന് കണ്ടു. അത്രയുമേ ഞാൻ കണ്ടിട്ടുള്ളൂ. 2 ടൈംസേ കണ്ടിട്ടുള്ളൂ. പക്ഷേങ്കിൽ ഈ ചെറുപ്പക്കാരൻ, ഈ രാഹുൽ ദാസ് എന്ന് പറയുന്ന കിച്ചു, നിരവധി കാര്യങ്ങളിൽ പല രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കത് ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്ത് അത് അവിടെ കൊണ്ട് കഴിഞ്ഞു പോയല്ലോ, എനിക്ക് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഞാൻ ഈ കഴിഞ്ഞ 2024 ക്രിസ്തുമസിന് ഈ രാഹുൽ ദാസും ഇദ്ദേഹത്തിന്റെ 3 സുഹൃത്തുക്കളും എന്റെ വീടിനോട് ചേർന്നുള്ള വീടാണല്ലോ അവർക്ക് കൊടുത്തിരിക്കുന്ന വസ്തു. അവിടെ ഇവർ വരികയും ക്രിസ്തുമസ് സമയത്ത് ഇവരെ സെലിബ്രേഷൻസിൽ പോകുന്ന സമയത്ത് ഇവരെ പോലീസ് പിടിക്കുവാനിടയായി. രാത്രിയിൽ മാന്താനം എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചാണ് പോലീസ് പിടിച്ചിരിക്കുന്നത്. പോലീസ് പിടിച്ച് ഇവരുടെ ബൈക്ക് കൊണ്ടുപോയി. തൃക്കൊടിത്താനം പോലീസ് ഇവരുടെ ബൈക്ക് പിടിച്ചുകൊണ്ട് പോയി. കൊണ്ടുപോയ ശേഷം രാത്രിയിൽ ഈ പയ്യൻ അവിടെ നിന്ന് നടന്ന് ഇവരുടെ വീട്ടിലേക്ക് വരികയുണ്ടായി. വന്നു കഴിഞ്ഞപ്പോൾ പോലീസ് ഇവരുടെ വീട്ടിൽ ബന്ധപ്പെട്ടതിന്റെ കൂടെ എന്നെ പോലീസ് ബന്ധപ്പെടുവാനിടയായിട്ടുണ്ട്. പല കാര്യങ്ങൾ ഈ പയ്യനെ പറ്റി എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിയത്തില്ല. അപ്പോഴ് ഈ ബൈക്ക് പിടിച്ചുകൊണ്ട് വന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ചു. ഈ പയ്യനെ കൊണ്ടെല്ലാം എഴുതി വെപ്പിച്ചു കാര്യങ്ങൾ, ഇനി ഇങ്ങനെ കാര്യങ്ങൾ ഉണ്ടാകത്തില്ല. പക്ഷേ ഞാൻ പറയുന്നത്, ഇന്ന് ഈ ദിവസം വരെ രാഹുൽ ദാസ് പോയിട്ട് ഈ ബൈക്ക് തിരിച്ചെടുത്തിട്ടില്ല. എന്താ കാരണം? ആ ബൈക്ക് എടുത്തുകൊണ്ട് പോകാൻ പോലീസിന്റെ അടുത്ത് പോയി അത് എടുത്തുകൊണ്ട് പോകേണ്ട ഉത്തരവാദിത്തം അവനുള്ളതാണ്. അവനത് എടുക്കുവാനായിട്ട് അവിടെ മടങ്ങി ചെല്ലുന്നില്ല. എന്താണെന്നുള്ള കാര്യം തൃക്കൊടിത്താനം പോലീസുമായിട്ട് ബന്ധപ്പെടട്ടെ. എന്തായാലും കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണല്ലോ എനിക്ക് എഗനസ്റ്റ് ആയിട്ട് പറയുന്നത്. തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനുമായിട്ട് രാഹുൽ ദാസ് ഓടിച്ച വാഹനം എന്തുകൊണ്ട് പോലീസ് വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ള കാര്യം ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള എന്നെ എതിരായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവര്, ഞാൻ പറഞ്ഞു പല കാര്യങ്ങൾ എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. ഞാൻ ഒരെണ്ണമേ ഇപ്പൊ പറയുന്നുള്ളൂ, ഒറ്റ കാര്യമേ ഇപ്പൊ പറഞ്ഞുള്ളൂ. ഈ 3 സുഹൃത്തുക്കളെ പോലീസ് പിടിച്ചു നിർത്തുന്നു. ഇവരവിടെ ചെല്ലുന്നു. ഇവര് പോലീസിന്റെ മുമ്പിൽ എഴുതി വെക്കുന്നു. കോടതികളിൽ അവർക്ക് വേണ്ട പേയ്മെന്റുകളൊക്കെ കോടതിയിൽ ഫൈൻ കെട്ടിവെക്കുന്നു. ഈ വാഹനം അവിടെ ഇരിക്കുന്നു. ഇതുവരെ ഈ ബൈക്ക് അവർ എടുത്തുകൊണ്ട് പോകാൻ ഇപ്പോൾ 2 വർഷമായി. ഇന്ന് വരെ ആ ബൈക്ക് എടുത്തുകൊണ്ട് പോകാൻ രാഹുൽ ദാസ് അതിനുവേണ്ടി മുൻകൈ എടുക്കുന്നില്ല. എന്തുകൊണ്ട്? അതൊരു ചോദ്യമാണല്ലോ. ഞാൻ അവന് പ്രോപ്പർട്ടി എഴുതി കൊടുത്ത കാരണത്താൽ തൊട്ടടുത്ത വീടാണ് പോലീസ് എന്നെ മേൽ അന്വേഷണം വെച്ചു. എന്നോട് കാര്യങ്ങൾ ചോദിച്ചു. ഞാൻ എന്താ ആൻസർ കൊടുക്കണം? എനിക്ക് എന്തറിയാൻ പറ്റുമോ അതിനെപ്പറ്റി? അപ്പോഴാണ് സമൂഹത്തിൽ അയൽവാസികളായിട്ടുള്ള പല പ്രിയപ്പെട്ടവർ പല കാര്യങ്ങൾ എന്നോട് പറയുവാനിടയായി. അപ്പോഴാണ് അതിന്റെ ഭീകരമായ സാഹചര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുവാനായിട്ടിടയായത്. ഞാൻ ഇന്ന് വരെ സോഷ്യൽ മീഡിയയിൽ ഇത് പറഞ്ഞില്ല. പക്ഷേ ബിഷപ്പ് എന്തോ തെറ്റ് ചെയ്തു, ബിഷപ്പ് എന്തോ കോർണർ ചെയ്തു. ഞാൻ എന്തിന് കോർണർ ചെയ്യണം? ഞാനൊരു അനാഥമായിട്ടുള്ള അനുഭവത്തിൽ കടന്നുപോയ ഒരു കുട്ടീനെ ചേർത്ത് നിർത്തിയതാണോ ഞാൻ ചെയ്ത തെറ്റ്? ആ കുട്ടിക്ക് പേരൻസ് ഇല്ല, അമ്മ മരിച്ചുപോയി, അച്ഛൻ മരിച്ചുപോയി. ഇളയ കുട്ടിക്ക് അമ്മയുണ്ട്, അച്ഛനില്ല. ആ 2 കുഞ്ഞുങ്ങളെ ബഹുമാനപ്പെട്ട ആർ ശ്രീകണ്ഠൻ നായർ സാർ എന്നോട് ആവശ്യപ്പെട്ട പ്രകാരം 5 സെന്റ് സ്ഥലം ചോദിച്ചപ്പോൾ 7 സെന്റ് സ്ഥലം 2 കുഞ്ഞുങ്ങളുടെ പേരിൽ തുല്യമായി എഴുതി കൊടുത്ത ഞാൻ എന്ത് കോർണർ ചെയ്യണം? ഒരിക്കലും കോർണർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറയുന്നവരെ ക്രൂശിക്കുന്ന ഒരു സാഹചര്യം കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇടുകയാണെങ്കിൽ ഇനിയും പല കാര്യങ്ങൾ സമൂഹത്തിന് മുമ്പിൽ എനിക്ക് പറയേണ്ടതായിട്ട് വരും. നിങ്ങൾ എന്നോട് ചോദിച്ചു, ഞാൻ പറയേണ്ടതായിട്ട് വരും. എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ഇപ്പോൾ ബിഗ് ബോസിൽ സെലക്ട് ചെയ്തിരിക്കുകയാണ് ഈ രാഹുൽ ദാസിനെ. നല്ല കാര്യമല്ലേ? അതിനെന്താ കുഴപ്പം? അവൻ അതിനുള്ള കഴിവുണ്ട്, അതിനുള്ള എബിലിറ്റി ഉണ്ട്, പോട്ടെ. ഞാൻ എന്തിനു കോർണർ ചെയ്യണം? പക്ഷേ തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കുക. ഞാനൊരു വാണിംഗ് അന്ന് കൊടുത്തു. ഈ വസ്തു എഴുതി കൊടുത്ത് എന്നോട് പോലീസ് എൻക്വയറി ചെയ്തു. ബിഷപ്പ് എന്തെങ്കിലും കാര്യങ്ങൾ ബിഷപ്പിന് അറിയാമെങ്കിൽ പറയണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പോഴാണ് സാർ പറയുന്നത് ഈ കാര്യങ്ങൾ അറിയുന്നത്, എനിക്ക് അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും അറിയുന്നില്ലെന്ന് അന്നേരം പറഞ്ഞു. പക്ഷെങ്കിൽ ഞങ്ങളുടെ സ്ഥലവാസികളായിട്ടുള്ള അയൽവാസികൾ അവരറിഞ്ഞതും കേട്ടതുമായ കാര്യങ്ങൾ തെളിവ് സഹിതം എന്നോട് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? എന്നെ കേൾക്കുന്ന വ്യൂവേഴ്സ് പറ, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ തെറ്റിനെ സപ്പോർട്ട് ചെയ്യണോ? ഞാൻ അതുകൊണ്ട് ഒരു വാണിംഗ് പോലെ പറഞ്ഞു, ഇനിയും ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കരുത്. തൃക്കൊടിത്താനം സ്റ്റേഷനിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? ഇങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ഇനിയും ഉണ്ടാവുകയില്ല എന്ന് എഴുതി കൊടുത്തിട്ട് അവിടെ നിന്ന് പോയി. വണ്ടി എടുക്കാൻ ചെല്ലുന്നില്ല. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരു സംസാരം എന്താന്ന് വെച്ചാൽ, അതായത് ഫാദർ കിച്ചുവിനെ ഒരു ത്രെറ്റൻ ചെയ്യുമായിരുന്നു. ഒരിക്കലും ഇല്ല. കുറെ കാര്യങ്ങൾ അതിന്റെ അകത്തുണ്ട്. അത് എന്തുവാണെന്ന് ഫാദർ ഓപ്പൺ ഞാനിങ്ങനെ കേൾക്കുന്നത്, ഇവർക്ക് കൊടുത്തിരിക്കുന്ന വസ്തു തിരിച്ചെടുത്ത് രേണുസുതിക്ക് കൊടുക്കുക. എന്തിന്? അതെ, അങ്ങനത്തെ രേണുസുതി വളരെ സെൻസിയർ ആയിട്ട് വേണം. രേണുസുതി ഒരിക്കൽ പോലും അങ്ങനെ ഒരു സ്ത്രീ അല്ല അവര്. അത് എന്ന് വെച്ചാൽ ഇങ്ങനെ ഈ രാഹുൽ ദാസിനെ പുറത്താക്കിയിട്ട് ആ പ്രോപ്പർട്ടി അവർക്കോ അവരുടെ കുഞ്ഞിനോ വേണമെന്നും പറഞ്ഞ് അവർ അതിനുവേണ്ടി എവിടെയും ഒരു ആവശ്യപ്പെട്ടിട്ടുമില്ല. ഞാൻ അത് അന്നും പറഞ്ഞു, എന്നെ ഇന്റർവ്യൂ ചെയ്തപ്പോഴും പറഞ്ഞു. ഈ രാഹുൽ ദാസിന് നല്ല മനോഹരമായ ഒരു വീട് KHDC എന്ന് പറയുന്ന ഒരു സംഘടന പണിതു കൊടുത്തിട്ടുണ്ട്. ഫിറോസിന്റെ നേതൃത്വത്തിൽ KHDC എന്ന് പറയുന്ന ഒരു സംഘടന നല്ലൊരു വീട് അവിടെ പണിതു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ രാഹുൽ ദാസിന് അവിടെ വന്ന് സന്തോഷമായി താമസിക്കാം. അവൻ അവിടെ മനോഹരമായിട്ടൊരു റൂമുണ്ട്, സന്തോഷമായിട്ട് അവിടെ വന്ന് താമസിക്കാം എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷെ ഒരു പ്രശ്നത്തിന് പോവുകയാണെങ്കിൽ എനിക്കും ആ കാര്യത്തിൽ ഇടപെടേണ്ടതായിട്ട് വരും. കാരണം ഒരു പോലീസ് ഇഷ്യൂസ് വന്നാൽ ഞാൻ ആൻസർ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം 15 വർഷത്തേക്ക് ഈ വസ്തുവിന്റെ ഉത്തരവാദിത്തം, ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്റെ പേരിലൂടെയാണ്. ഈ പ്രോപ്പർട്ടി ഇവർക്ക് ക്രയവിക്രയം ചെയ്യാൻ കഴിയത്തില്ല.
കാരണം ഈ 15 വർഷത്തേക്ക് കൊച്ചുകുട്ടി മൈനറാണ്. രാഹുൽ ദാസിന്റെ അനുജൻ ഋതുൽ ദാസ് എന്നാണ്, മൈനറാണ്, 6.5 വയസ്സേ ഉള്ളൂ. ആ കുട്ടിക്ക് 18 വയസ്സ് വരെ ആ കുട്ടിയുടെ പ്രോപ്പർട്ടി വിറ്റുപോകാതിരിക്കുവാൻ ഇതിന്റെ ആധാരത്തിൽ ആ ഡോക്യുമെന്റ് ചെയ്തേക്കുമ്പോൾ അത് സെയിൽ ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടി എന്നെ കൂടെ ഉത്തരവാദിത്തപ്പെടുത്തി അവരെന്ത് ചെയ്തിരിക്കുന്നു, ആധാരം ഡോക്യുമെന്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് 15 വർഷത്തേക്ക് ഈ പ്രോപ്പർട്ടിയിൽ എന്ത് ഇഷ്യൂസ് ഉണ്ടായാലും ഞാൻ ഉത്തരവാദിത്തമായിട്ട് കൂടെ നിന്നേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് പോലീസ് എന്നോട് ചോദിച്ചത് ബിഷപ്പിന് പറയാനുള്ള കാര്യങ്ങൾ പറയുക. അപ്പോഴാണ് ഞാൻ അറിയാത്ത കാര്യങ്ങളായിരുന്നു. അപ്പോഴാ പോലീസ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഒരു ഇഷ്യൂ അവിടെ നടന്നിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇനി ഇവിടെ വന്നൊരു പ്രശ്നം ഉണ്ടാക്കിയാൽ ഞാൻ അതിൽ ഇടപെടേണ്ടതായിട്ട് വരുമെന്ന് ഞാൻ പറഞ്ഞു. അതൊരു വാണിംഗ് അല്ല, ത്രെട്ടനിങ്ങും അല്ല അത്. ഫാദർ എന്തായാലും ഇപ്പൊ ആ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഇപ്പൊ ഉള്ള ഒരു ഇതിന്റെ അകത്ത്, അതായത് കുറെ കമന്റ്സിന്റെ അകത്ത് വരുന്നുണ്ടായിരുന്നു, രേണു സുധിയായിട്ട് ഫാദർ ഒത്തുചേർന്നിട്ട് ഇപ്പം ആ ഒരു പ്രോപ്പർട്ടി തിരിച്ച് കിച്ചുന്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് അത് ഇവരുടെ രണ്ടുപേരുടെയും പേരിലോട്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു കളികളാണ്. ഒരിക്കലും ഞാനിപ്പോൾ നിങ്ങളുടെ വ്യൂവേഴ്സിനോടായിട്ട്, നിങ്ങളെ കേൾക്കുന്ന പ്രേക്ഷകരോടായിട്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ അനേകർക്ക് സഹായം ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഇവിടെ തന്നെ 10 കുടുംബങ്ങൾക്ക് വസ്തു കൊടുത്തിട്ടുണ്ട്. ഇവിടെ അയ്യപ്പ ക്ഷേത്രം പണിയാൻ വേണ്ടി സ്ഥലമില്ലാഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത് അയ്യപ്പ സേവാ സമിതി, അവിടെ ഞങ്ങൾ താമസിക്കുന്ന മേഖലയിൽ, അവിടെ അവർക്കൊരു പ്രോപ്പർട്ടി ഇല്ലായിരുന്നു. അവർക്ക് വസ്തു വാങ്ങിക്കൊടുത്ത് അവരവിടെ അയ്യപ്പ ക്ഷേത്രം പണിയുകയും ഇപ്പൊ അവിടെ പ്രാർത്ഥനയും അവരുടെ പൂജകളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരാൾക്ക് ദാനം കൊടുത്ത സാധനം തിരിച്ചു വാങ്ങുന്ന ഒരു ഫാമിലിയിൽപ്പെട്ട ഒരു വ്യക്തിയല്ല ഞാൻ. രാഹുൽ ദാസിനും ഋതുൽ ദാസിനും സന്തോഷത്തോടു കൂടി ഞാൻ കൊടുത്തതായിട്ടുള്ള ഗിഫ്റ്റ് അത് എന്നേക്കുമായിട്ടാണ്. അത് ലോകമുള്ള കാലത്തോളമാണ്. അത് ഞാൻ തിരിച്ചു വാങ്ങാനോ അതായത് ഇരട്ടത്താപ്പ് കാണിക്കാനോ അല്ല. തെറ്റ് കണ്ടാൽ തെറ്റെന്ന് ആ സമയം പറയാതിരുന്നു കഴിഞ്ഞാൽ നാളെ ഒരു സമയത്ത് എന്നോട് ചോദിക്കും, ബിഷപ്പ് എന്തുകൊണ്ട് ഇത് അറിഞ്ഞിട്ടും ഇതിനകത്ത് പ്രതികരിച്ചില്ല? അതുകൊണ്ട് ഞാനൊരു പിതാവ് മരിച്ചുപോയി, ഒരു ജ്യേഷ്ഠ സഹോദരന്റെ സ്ഥാനത്ത് ഞാൻ വഴക്ക് പറഞ്ഞതായിട്ട് കരുതിയാൽ മതിയായിരുന്നു. പക്ഷെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തെ കണ്ടന്റ് ആക്കി എടുക്കുന്ന ഒരു വിഭാഗം കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള റിയാക്ഷൻ വീഡിയോക്കാര് എന്നെ കുരിശേൽ കയറ്റി നിർത്തിയിട്ട് രേണു സുധിയുടെ മകനായ രാഹുൽ ദാസിനെ പുണ്യാത്മാവാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇനിയും നിരവധി കാര്യങ്ങൾ സമൂഹത്തിൽ വന്ന് അന്വേഷിക്കുമ്പോൾ തെളിവ് സഹിതം അവിടുത്തെ അയൽവാസികൾ പറഞ്ഞു തരേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാനല്ല നാണക്കേടേണ്ടതായിട്ട് വരുന്നത്. എനിക്കൊന്നും പോകാനായിട്ടില്ല. നിങ്ങൾ കമന്റ് എഴുതുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, കമന്റ് എഴുതാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക്, നിങ്ങളുടെ ഫോണ്, നിങ്ങളുടെ സമയം. നിങ്ങൾക്ക് എനിക്കെതിരായിട്ടുള്ള കമന്റ് എഴുതുന്നതിന് വിരോധമില്ല. എന്നെ ചീത്ത വിളിക്കുന്നവരുണ്ട്, അച്ഛനെ ചൊല്ലുന്നവരുണ്ട്, താൻ എന്താടോ ചോദിക്കുന്നവരുണ്ട്, തനിക്ക് വേറെ ജോലിയില്ലോ എന്ന് ചോദിക്കും. നിങ്ങൾ എന്റെ വീട്ടിൽ ഇപ്പോൾ ഇദ്ദേഹം എന്നെ തേടി പിടിച്ച് വന്ന് എന്റെ കാര്യങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ചത് കൊണ്ടാണ് ഞാൻ ഈ തിരക്ക് പിടിച്ച സമയത്തിലും അമ്മോനോട് ആൻസർ ചെയ്യുന്നത്. അല്ലാതെ അവരെ കുറ്റപ്പെടുത്തുകയല്ല. എന്തിനു കുറ്റപ്പെടുത്തണം? അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ, അതായത് ഇപ്പം വ്യൂവേഴ്സ് ഒക്കെ പറയുന്നത്, അതായത് നമുക്ക് കമന്റ്സ് ഒക്കെ കൂടുതൽ വരുന്നത് എന്താന്ന് വെച്ചാൽ, ഈ രേണു സുധി ഇപ്പം ദൈവത്തിന്റെ പാതയിലേക്ക് എന്തായാലും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇങ്ങനത്തെ ഒരു ചിലപ്പം ഇങ്ങനത്തെ ഒരു ക്യാൻസർ അസുഖം കാരണം കൊണ്ടായിരിക്കും ദൈവം അങ്ങനെ, അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ അങ്ങനെ ഒരിക്കലും അല്ല. പക്ഷെ അത് അങ്ങനെ ആയിരിക്കും എന്നാണ് നമ്മുടെ എല്ലാവരുടെ ഒരു വിശ്വാസം. അതെ. അപ്പം ഫാദർ എപ്പോഴെങ്കിലും ഈ ഒരു ഇഷ്യൂസ് നടക്കുന്ന സമയത്ത് രേണു സുധിനെയോ അല്ലെങ്കിൽ രേണു സുധിയുടെ മോനെ കിച്ചുവിനെ വിളിച്ചിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല, രേണു സുധിയുടെ മകൻ രാഹുൽ ദാസിന്റെ നമ്പർ എന്റെ കയ്യിലില്ല. എനിക്ക് വിളിക്കാനായിട്ടുള്ള സന്ദർഭങ്ങളില്ല. മാത്രമല്ല, ഞാൻ വിളിക്കുന്നതിനേക്കാളും കൂടുതൽ അദ്ദേഹത്തെ കൊണ്ട് നടക്കുന്നത് ഒരു വിഭാഗം യൂട്യൂബേഴ്സ് ആയിട്ടുള്ള വ്ളോഗേഴ്സ് ആണ് അദ്ദേഹത്തെ കൊണ്ട് നടക്കുന്നത്. അവരോടാണ് അദ്ദേഹം ആശയവിനിമയങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നതനുസരിച്ചാണല്ലോ ഇപ്പൊ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അല്ലാതെ അദ്ദേഹം ആരുടെ ഉപദേശപ്രകാരമാണ് മുന്നോട്ട് പോകുന്നത് എനിക്കറിയില്ല. കാരണം ചിലർ ഇങ്ങനൊരു കമന്റ്സ് ഇട്ടു, ആ കുട്ടി ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടാണ് ബിഷപ്പ് കോർണർ ചെയ്യുന്നത്. എന്തിന്? രാഹുൽ ദാസിന്റെ പേര് തന്നെ ഞാൻ എടുത്തു പറയാൻ കാര്യം, അദ്ദേഹം ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചതിൽ എനിക്ക് എന്നാ പ്രോബ്ലം? അദ്ദേഹത്തിന്റെ പിതാവിന്റെ മതത്തിലെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ പ്രകാരം പോകുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതെന്നെ ബാധിക്കുന്ന വിഷയമല്ല. ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ വിളിച്ചൊരു ഉപദേശം കൊടുക്കേണ്ട ആവശ്യമില്ല, അദ്ദേഹത്തെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ, ഇവിടെ ഇങ്ങനെ പല ഇഷ്യൂസ് കേൾക്കുന്നു. മാത്രമല്ല, അവരുടെ വീട്ടിലും ചില പ്രയാസങ്ങൾ നേരിട്ടതായിട്ട് സമൂഹത്തിൽ വാർത്തകൾ വന്നല്ലോ. സോഷ്യൽ മീഡിയ വഴി നിങ്ങൾ കണ്ടു കാണും, പല വാർത്തകൾ വന്നായിരുന്നു. മേജറായ ചില ഇഷ്യൂസ് അവരുടെ വീട്ടിലുണ്ടാകുന്നതായിട്ട് വാർത്തകൾ കേട്ടല്ലോ. ആ സന്ദർഭത്തിൽ എനിക്ക് നേരിട്ട് വിളിച്ചു പറയാൻ നമ്പറുകളില്ല. ഞാനപ്പോൾ ഒരു ജ്യേഷ്ഠ സഹോദരന്റെ സ്ഥാനത്ത് ഒരു ജ്യേഷ്ഠൻ അനുജനെ വഴക്ക് പറയുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. അത് നെഗറ്റീവായിട്ട് എടുത്തിരിക്കുന്നത് ആരാണ്? മുമ്പേ ഞാൻ പറഞ്ഞ പോലെ ഞാനും രേണു സുധിയും തമ്മിൽ മുഖാമുഖം പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. മൊത്തം സോഷ്യൽ മീഡിയയിലായിരുന്നു ഭയങ്കരമായ ഒരു വഴക്കും പ്രശ്നങ്ങളും നടന്ന് എന്റെ ഭാഗം ഞാൻ പറയുന്നു, അവരുടെ ഭാഗം അവർ പറയുന്നു. അങ്ങനെ ഒരു വലിയ 2 വർഷം അതങ്ങനെ പോയി. എന്ന് പറഞ്ഞ പോലെ ഈ രാഹുൽ ദാസുമായിട്ട് ഞാൻ മുഖാമുഖം കണ്ട് ഒന്നും സംസാരിച്ചിട്ടില്ല. എനിക്ക് അവരുടെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല. പക്ഷേങ്കിൽ ഞാൻ അവരെ വിളിച്ച് അഡ്വൈസ് ചെയ്യാനുള്ള സാഹചര്യം എനിക്ക് ഇല്ലാത്തത് കൊണ്ടാണ് എന്നെ ഒരു ഇന്റർവ്യൂ ചെയ്ത ചാനൽ ചോദിച്ചപ്പോൾ ഞാൻ ഉത്തരം പറഞ്ഞത്, ഇനിയും ഇവിടെ വന്നൊരു പ്രശ്നം ഉണ്ടാകരുതെന്ന് ഞാൻ പറഞ്ഞു. അതൊരു വാണിംഗ് ആയിട്ട് ആ പയ്യന് തോന്നിയെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല. കാരണം അതുപോലുള്ള ചില ഇഷ്യൂസ് ഉണ്ട്. ഇനിയും പല കാര്യങ്ങളും സമൂഹത്തിൽ അറിയേണ്ടതായിട്ടുണ്ടെങ്കിൽ ഞാനത് അറിയിച്ച് പറയണമെങ്കിൽ പറയാം. പക്ഷെ അതിന്റെ ആവശ്യം എനിക്ക് എന്താണ്? ഇപ്പൊ എന്നോട് ചോദിച്ച ഒരു കാര്യമേ ഞാൻ ആൻസർ ചെയ്തിട്ടുള്ളൂ.
അല്ലാതെ മുൾമുനയിൽ നിർത്താനുള്ള കാര്യങ്ങളൊന്നും എനിക്കില്ല. അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. ഉണ്ടോ? അദ്ദേഹത്തിന്റെ പേരിൽ നിന്ന് വീട് എഴുതി തിരിച്ചു മേടിച്ചിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. എനിക്ക് വേണ്ട. അദ്ദേഹത്തിന് എല്ലാവരും കൂടെ ചേർന്ന് സന്തോഷത്തോടെ വെച്ചു കൊടുത്ത വീടാണ് 2 അനുജനും ജ്യേഷ്ഠനുമായിട്ട്. അത് അവരുടെ പേരിൽ തന്നെ അങ്ങനെ നിലനിൽക്കുന്നു. പിന്നെ എനിക്ക് പൊതുസമൂഹത്തോട് ഒരു കാര്യം പറയാനുണ്ട്. ദയവായി നിങ്ങൾ ഒരാളെ സഹായിക്കുമ്പോൾ ആ വ്യക്തിയുടെ എല്ലാ വെയറബൌട്ട്സ് അറിഞ്ഞിട്ടേ ദയവായി നിങ്ങൾ സഹായിക്കാവൂ. ഞാൻ പൊതുസമൂഹത്തോട് ഈ വ്യൂവേഴ്സിനോടാ പറയുന്നത്. നമ്മളിപ്പോ എന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് പേരെ സഹായിക്കുന്ന സമയത്ത് എനിക്ക് അബദ്ധം പറ്റിപ്പോയത് എന്ന് വെച്ചാൽ, അബദ്ധം എന്നുള്ള വാക്ക് പറയാൻ കാര്യം, ഇവരൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ ജീവിക്കുന്ന ഒരു കുടുംബമായതുകൊണ്ട് ഇപ്പൊ മോനും എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വരേണ്ടി വന്നു. അതേസമയം നമ്മൾ ആർക്കെല്ലാം സഹായങ്ങൾ എവിടെല്ലാം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആരും തിരക്കി വന്ന് ഇതുപോലൊരു ഇന്റർവ്യൂ ചെയ്യാറില്ല. ദയവായി ഇതുപോലുള്ള, പ്രത്യേകിച്ച് ഈ പ്രശ്നത്തിലും പ്രതിസന്ധിയിലും നിൽക്കുന്ന ഇതുപോലുള്ള എങ്ങനെയുള്ള സെലിബ്രിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിൽ പ്രശ്നക്കാരായ സെലിബ്രിറ്റികളെ വാർത്തെടുക്കാൻ ശ്രമിക്കുകയോ അവരെ കൈപിടിച്ച് ഉയർത്താൻ ശ്രമിക്കുകയോ ചെയ്യുന്നത് പൊതുസമൂഹത്തിന് ഒരു ഗുഡ് മെസ്സേജ് ഇല്ല. ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് അനുഭവിക്കുന്ന ബ്ലഡ് പ്രഷർ, എന്റെ സ്വന്തം കുടുംബത്തിൽ നിന്ന് എനിക്ക് അനുഭവിക്കേണ്ട പിതൃകുടുംബത്തിൽ നിന്ന് ലഭിച്ച പിതൃസ്വത്ത് ഞാൻ സ്വമനസാലെ സന്തോഷത്തോടെ എഴുതി കൊടുത്ത ശേഷം ഞാൻ ഇന്നലെ രാത്രിയിലും ഹൈ ബി പി ആയി. ഇന്ന് ഞാൻ BP-യിലാണ്. എന്തുകൊണ്ട്? ഒരു ഉപകാരം ചെയ്ത ശേഷം എന്നെ ക്രൂശിക്കുക വ്ളോഗർമാര്, യൂട്യൂബേഴ്സ്, കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്, വാളെടുക്കുന്നവരെല്ലാം ഊരാളികൾ എന്ന് പറഞ്ഞ പോലെ ബിഷപ്പ് നോബൽ ഫിലിപ്പിന്റെ ഒരു ഫോട്ടോ, രേണുവിന്റെ ഒരു ഫോട്ടോ, രാഹുൽ ദാസിന്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് അവർക്ക് ബോധിച്ചതെല്ലാം എഴുതി പിടിപ്പിക്കുക. അടിയിൽ മുഴുവനും എന്നെ തെറി വിളിച്ചോണ്ടുള്ള കമന്റുകൾ എഴുതിക്കോളൂ. വീഡിയോ ഇടേണ്ടവരോട് ഞാൻ പ്രത്യേകം പറയാം, നിങ്ങൾക്ക് ഇനി ഫോട്ടോ വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം. നിങ്ങൾ നെഗറ്റീവ് വീഡിയോസ് ഇട്ടോ, എനിക്കൊന്നും പോകാനില്ല. ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, എനിക്കൊന്നും പോകാനില്ല അങ്ങനെ. പക്ഷെ ഒരു കാര്യം, നിങ്ങൾക്ക് തന്നെ ഇത് തിരിഞ്ഞു വരും. കർമ്മ നിങ്ങൾക്ക് തിരിഞ്ഞു കിട്ടും. നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല. ഇപ്പം നിങ്ങൾ ഈ ക്രൂശിക്കുന്ന, ഞാനൊരു പയ്യനെ ക്രൂശിച്ചു എന്നവൻ ഒരു പയ്യനെയും ക്രൂശിച്ചിട്ടില്ല. തെറ്റ് കണ്ടാൽ തെറ്റെന്ന് ചൂണ്ടിക്കാണിച്ചു. ആ തെറ്റ് എന്തുവാന്നുള്ളത് ആ പയ്യൻ തന്നെ വന്ന് സമൂഹത്തോട് പറയേണ്ട പല കാര്യങ്ങൾ കാണും. എനിക്കിപ്പോ പല കാര്യങ്ങളും പബ്ലിക്കിനോട് ഇപ്പൊ പറയാൻ പറ്റത്തില്ല. പല കാര്യങ്ങളുണ്ട്. വിത്ത് എവിഡൻസ് ആണ്. വിത്ത് എവിഡൻസ് എന്റെ ഉണ്ടെന്ന് പറഞ്ഞ കള്ളത്തരമല്ല, എവിഡൻസ് ഉണ്ട്. പക്ഷെ എനിക്കത് അവരുടെ ഫാമിലി കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല. എന്നോട് നെയ്ബേഴ്സ് ആയിട്ടുള്ളവര്, ഇവര് താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടിനടുത്തുള്ളവര് എന്നെ വന്ന് കണ്ടു പറഞ്ഞ കാര്യങ്ങളുണ്ട്. വിത്ത് എവിഡൻസ് ആണ്. പക്ഷെ എനിക്കത് പബ്ലിക്കിൽ പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇനി ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ സഹായിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കണം. ഇപ്പോൾ ബിഗ് ബോസിലേക്ക് പോവാ. ബിഷപ്പ് അങ്ങനെ പറഞ്ഞു, രാഹുലിന്റെ പക്ഷം നിൽക്കുന്നവർ വോട്ട് ചെയ്യട്ടെ. ചെയ്തോ, എനിക്ക് വോട്ടും വേണ്ട. ഞാൻ ബിഗ് ബോസിലും പോകുന്നില്ല. ഞാൻ അതിനല്ല പറയുന്നത്. അദ്ദേഹം ബിഗ് ബോസിൽ പോകുന്നെങ്കിൽ സന്തോഷം. രേണുസുതി ബിഗ് ബോസിൽ പോയി, അത് ഇവർ തിരിച്ചു വന്നു. ഇദ്ദേഹം ബിഗ് ബോസിൽ പോയി. ഇനി അടുത്ത വർഷം വേറൊരാളായിരിക്കും. അന്നേരം ഇവർ എങ്ങനെ എന്റെ പേര് എടുത്തു വെക്കും? ഇപ്പൊ ഒരാഴ്ച കൊണ്ട് എന്നെ വെച്ച് ഇവര് നല്ലപോലെ വീഡിയോ ചെയ്തു. അരമണിക്കൂർ ഇടവിട്ട് വീഡിയോ എടുത്തുണ്ട്. എന്താണെന്നറിയോ? ഡോളറായിട്ടാണ് വരുന്നത്, രൂപയായിട്ടല്ല വരുന്നത്. കാരണം ഇത്ര വ്യൂവേഴ്സിന് ഇത്ര ഡോളർ വെച്ചാ. നിങ്ങളോട് എനിക്ക് പറയാനുള്ള എന്റെ ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ ഇഷ്ടം പോലുണ്ട്. ഞാൻ കൈപൊക്കുന്നുണ്ട്, ചരിഞ്ഞിരിക്കുന്നുണ്ട്, നേരെ ഇരിക്കുന്നുണ്ട്, എല്ലാം എടുത്തു. എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ എന്നെ നെഗറ്റീവ് ആക്കും തോറും ഞാൻ ധൈര്യപ്പെട്ട് പോസിറ്റീവായിട്ട് നല്ല കാര്യങ്ങൾ ചെയ്ത് മുൻപോട്ട് പോവുകയാണ്. ഞാൻ രാഹുൽ ദാസിനെയോ രേണുസുതിയോ ഇകഴ്ത്താനോ, ഇനി എന്നെ ഇകഴ്ത്തിക്കൊണ്ട് രാഹുൽ ദാസിനെ പുകഴ്ത്തുകയാണ് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ എനിക്ക് വിരോധമില്ല. ഞാനൊരു മിഷണറിയായി ഞാൻ ജീവിച്ചു. ഞാൻ അതുകൂടെ പറയുകയാണ്, ഒരു വ്യക്തിയിൽ നിന്നോ ഒരു സമൂഹത്തിൽ നിന്നോ 1 രൂപയുടെ സഹായം ഞാൻ പൊതുജനങ്ങളിൽ നിന്ന് ആഗ്രഹിച്ചല്ല മിഷണറിയായി ജീവിക്കുകയും ചെയ്യുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇടുന്നവർക്ക് യൂട്യൂബ് ഡോളർ തരും. രാഹുൽ ദാസിന് ബിഗ് ബോസിന്റെ വരുമാനം കിട്ടും. രേണുസുതിക്ക് സ്വന്തം ചാനൽ വഴിയുള്ള വരുമാനം രേണുസുതിക്കുണ്ട്. എനിക്ക് ബ്ലഡ് പ്രഷറും മരുന്നും കുറെ ചീത്ത വിളിക്കുന്ന കമന്റുകളുമേ ഉള്ളൂ. കർമ്മ തിരിഞ്ഞു വരും. ഉറപ്പാണ്. ഞാൻ അനുഭവിക്കുന്ന ഈ ദുഃഖം അത് തിരിഞ്ഞു വരിക തന്നെ ചെയ്യും. അതിന് സംശയമില്ലാത്ത കാര്യമാണ്. കാരണം അറിഞ്ഞിരുന്നോണ്ട് നമ്മളെ സഹായിച്ചവരെ കണ്ണുനീര് കുടിപ്പിക്കരുത്. എനിക്കിത് പറയുകയാണ്. ഇപ്പൊ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അവർ സഹായിച്ചവരിലൂടെ കണ്ണു നിറഞ്ഞവർ ഇപ്പൊ ഈ വീഡിയോ കാണുന്നുണ്ട്. നിരവധി പേരെ സഹായിച്ചവര്, സ്വർണം മേടിച്ചു കൊടുത്തവര്, വീട് വെച്ച് കൊടുത്തവര്, സ്ഥലം കൊടുത്തവര് ഒക്കെ കരയുന്നുണ്ടെങ്കിൽ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ആ കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തിയിട്ടേ ഉള്ളൂ. 2 പിള്ളേരെ ചേർത്ത് നിർത്തി. ശ്രീകണ്ഠൻ നായർ സാർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സ്വമനസാലെ അവർ 5 സെന്റ് സ്ഥലം കൊടുക്കാൻ പറഞ്ഞപ്പോൾ 7 സെന്റ് സ്ഥലം കൊടുത്ത് എന്നെ ക്രൂശിക്കുക. ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവര് രാഹുൽ ദാസിന് ഒരു വീട് സ്ഥലം കൊടുക്കാൻ പറ്റുമോ? ഒരിക്കലും. നിങ്ങൾ കൊടുക്കുമോ? ഈ രാഹുൽ ദാസിന് നിങ്ങൾ ഇപ്പോൾ പറയുന്നത് മോനെ വേറെ വീട് വെക്കും മോനെ എന്ന് പറയുന്നത് എന്തിന്? വീഡിയോ ചെയ്യുന്ന നിങ്ങളെല്ലാവരും ഇല്ലേ, ഒരു 10-20 വ്ളോഗേഴ്സ് ഇല്ലേ, നിങ്ങൾ ചേർന്ന് ഒരു വീട് വെച്ച് കൊടുക്കുമോ? നിങ്ങൾ കൊടുത്തിട്ട് എന്നെ ചീത്ത വിളിക്കൂ. നിങ്ങൾ വീട് വെച്ച് വസ്തു മേടിച്ചു കൊടുത്തിട്ട് എടോ ബിഷപ്പെ കണ്ടോടോ എന്ന് വെച്ച് എന്നെ ചീത്ത വിളിക്കൂ. അത് പറ്റത്തില്ല. ഇവർക്ക് കറക്റ്റ് ഇത്രാം തീയതി ഡോളർ വരും. അത് മേടിച്ചിട്ട് എന്നെ 4 പടം വെച്ച് വീഡിയോ ചെയ്ത് നിങ്ങൾ നല്ലപോലെ കാശുണ്ടാക്കിക്കോളൂ. രേണുസുതി ചെയ്ത തെറ്റുകളെ ഗ്ലോറിഫൈ ചെയ്യാനോ രേണുസുതിയെ നല്ലതാക്കി പറയാനോ അല്ല ഞാൻ ഈ സമയം എടുത്തത്.
രാഹുൽ ദാസിനെ ഇകഴ്ത്താൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് ഇനിയും രാഹുൽ ദാസ് ചെയ്താൽ എന്റെ പുരയിടത്തിൽ അവിടെ പുള്ളിക്കാരൻ താമസിക്കാൻ വന്ന കാലത്ത് സംഭവിച്ച ഒരു തെറ്റുവശത്തെ വിത്ത് എവിഡൻസോട് കൂടിയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതെന്തിനു വേണ്ടിയാണെന്ന് നിങ്ങൾക്ക് അറിയേണ്ടവർക്ക് തൃക്കൊടിത്താനം പോലീസുമായി ബന്ധപ്പെടാം. അതാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. അല്ലാതെ അവരെ നെഗറ്റീവ് ആക്കണമെങ്കിൽ ഒരു സ്ഥലത്തുള്ള പലരെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കാനുണ്ട്. പലരും വന്ന് പറയാൻ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. നമുക്കതല്ല ഇവിടെ ആവശ്യം. അദ്ദേഹം സന്തോഷമായി ജീവിക്കട്ടെ. എല്ലാവരും പറയും ഒരു ആരുമില്ലാത്ത കുട്ടിയെ ഞാൻ കോർണർ ചെയ്യുവാൻ. നെവർ. ആരുമില്ലാത്ത കുട്ടി ആയതുകൊണ്ടാണ് ഞാൻ ചേർത്ത് നിർത്തുന്നത്. വഴക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഒരു ജ്യേഷ്ഠ സഹോദരന്റെ സ്ഥാനത്ത് ഞാൻ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ വന്ന് അദ്ദേഹം പറഞ്ഞ കാര്യം സമൂഹത്തിലുണ്ടായ വലിയൊരു മുറിവ്. ഇപ്പോൾ ക്യാൻസറായി ട്രീറ്റ്മെന്റ് ഇരിക്കുന്ന അദ്ദേഹത്തിന്റെ അമ്മയെ സമൂഹത്തിലേക്ക് വലിച്ചെറിയുവാൻ കല്ലുകൾ പോലെ പെറുക്കി കൊടുത്തു. എറിയുക എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ഇട്ട് കാണിച്ചെന്നാ പറയുന്നത്. ആ വീഡിയോ ഇട്ട് കാണിച്ചപ്പോഴത്തേക്കിനും എല്ലാവരും ചേർന്ന് രേണുവിനെ കല്ലെറിയാൻ ശ്രമിച്ച ശേഷം ഗുഡ് പേരന്റിങ് കിട്ടാത്തതുകൊണ്ടാണ് ആ കുഞ്ഞ് അങ്ങനെ ആയെന്ന് പറഞ്ഞ് അവനെ ഗ്ലോറിഫൈ ചെയ്യുകയും മറ്റുള്ള എന്നെ അടക്കം നെഗറ്റീവ് പറയുകയും ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ഓർക്കുക, 23 വയസ്സുള്ള ഒരു പയ്യനാണ്. അവനാണ് പറയേണ്ടത്. ബിഷപ്പ് എനിക്ക് ദോഷമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞ സംഭവിച്ചു പോയ കാര്യങ്ങളെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ആ സംഭവിച്ചു പോയ കാര്യങ്ങൾ ഇനി ആവർത്തിക്കരുത്, ഇനി ഇവിടെ വന്ന് അങ്ങനെ ചെയ്യരുത് എന്നൊരു ശാസന മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അത് മാത്രമേ എനിക്ക് ഇതിനെപ്പറ്റി പറയാനായിട്ടുള്ളൂ. ഓക്കെ ഫാദർ, എന്തായാലും ഭയങ്കര ബിസി ആയിട്ടിരുന്ന സമയത്തും ഫാദർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഇന്റർവ്യൂ തന്നതിന് വളരെ നന്ദിയുണ്ട്. അതായത് എല്ലാവർക്കും ഒരു മെസ്സേജ് എനിക്ക് ഇതിൻ്റെ അകത്തൂടെ കൊടുക്കാൻ എന്താന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും കമന്റ് ചെയ്യാനായിട്ട് ഈസിയാണ്. പക്ഷെ നമ്മൾ ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. അത് ഇപ്പൊ ഞാനൊരു വ്ളോഗർ തന്നെയാണ്, ഞാനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളാണ്. പക്ഷെ ഞാൻ പറയുന്ന പോലെ എപ്പോഴും നമുക്ക് അതിൻ്റെ അകത്തുള്ള ഒരു തെളിവ് അല്ലെങ്കിൽ ആ കാര്യം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കി കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് എടുത്ത് ചാടാവുള്ളൂ. അല്ലാതെ ജസ്റ്റ് ഒരു കണ്ടന്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് എടുത്ത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് പല ആൾക്കാർക്ക് അതൊരു പ്രശ്നമായിട്ട് മാറും. എന്തായാലും ഫാദറിന്റെ ഒന്നുകൂടെ പറയുന്നത്, ഫാദറിന്റെ വളരെ നന്ദിയേറിയ സമയം നമുക്ക് തന്നതിന് വളരെ നന്ദിയുണ്ട് ഫാദർ. താങ്ക് യു.